ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും പോസ്റ്ററുകളും പൂർണ്ണമായും ഒഴിവാക്കിയാവും ഇക്കുറി പ്രചരണമെന്ന പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ പ്രഖ്യാപനത്തെ കേരളം കരഘോഷത്തോടെയാണ് എതിരേറ്റത്. മണ്ഡലത്തിൽ ചാണ്ടി ഉമ്മന്റെ പ്രചരണാർത്ഥം ചുമരെഴുത്തുകൾ മാത്രമേയുള്ളൂ. സൈക്കിളിലും മറ്റും സഞ്ചരിച്ച് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. ഫ്ലെക്സും ബാനറും പോസ്റ്ററും ഒഴിവാക്കുക വഴി പരിസ്ഥിതി സൗഹൃദ തെരഞ്ഞെടുപ്പ് പ്രചരണം സാധ്യമാക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. ഭവനരഹിതരില്ലാത്ത പുതുപ്പള്ളി എന്നൊരു ആശയത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഭവനരഹിതരില്ലാത്ത പുതുപ്പള്ളിയിൽ നമുക്ക് ആദ്യത്തെ ഘട്ടമായി 100 വീടുകൾ, അതിൻ്റെ 25 വീടിൻ്റെ ശില ഇട്ട് കഴിഞ്ഞു. ഇനി അതിന് പണി തുടങ്ങണം. പുതുപ്പള്ളിയുടെ വികസനത്തിന്, പുതുപ്പള്ളിയുടെ മാറ്റത്തിന്, നമ്മുടെ നാടിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ഭവനരഹിതർ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് കുറച്ച് ഫ്ലെക്സോ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊജക്ഷൻ കുറഞ്ഞാലും കുഴപ്പമില്ല. എൻ്റെ ജനങ്ങൾക്ക് വീട് കിട്ടുന്നതാണ് പ്രാധാന്യം എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് ഫ്ലെക്സും ബാൻഡും പോസ്റ്ററും ഒക്കെ വേണ്ട എന്ന് വെച്ച് സാധിക്കുമെങ്കിൽ അതും കൂടി ഒരു എന്താ പറയുക, ഒരാൾ കൂടി അല്ലെങ്കിൽ 2 പേർക്ക് കൂടി വീട് വെക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ സാധിക്കാൻ ശ്രമിക്കുന്നു. പിന്നെ പരിമിതികളുടെ കൂടി തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾക്കറിയാം, യുദ്ധം നടക്കുകയാണ്. ഇവിടുത്തെ LPG ഷോർട്ടേജ് ഉണ്ട്, പെട്രോൾ ഷോർട്ടേജ് ഉണ്ട്, റെസ്റ്റോറൻറ്റുകൾ പൂട്ടുന്നു. മൊത്തം ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ വലിയ ആർഭാട തെരഞ്ഞെടുപ്പിനും വലിയ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഫ്ലെക്സിനും ബാനറിനും പോസ്റ്ററിനും ചെലവിടേണ്ട തുക പുതുപ്പള്ളി മണ്ഡലത്തിലെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിക്കായി വിനിയോഗിക്കും. ഹരിതചട്ടം പാലിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കുന്ന ചാണ്ടി ഉമ്മന്റെ ഉദ്യമം രാജ്യത്തിന്റെ തന്നെ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. രാജ്യം പിന്തുടരേണ്ട മാതൃകയായാണ് മാധ്യമങ്ങളടക്കം ഏവരും ഇതിനെ നോക്കിക്കാണുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.